കൊടുക്ക്. എന്തൊരു ചായടാ ഇത്. ആരാടാ ചായ ഉണ്ടാക്കിയത്? ഇവളാണോ? അതെ അണ്ണാ. നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. നിന്നെയൊക്കെ വെടിവെച്ച് കൊന്നുകളയാ വേണ്ടത്. ദയവ് ചെയ്ത് കുട്ടികളെ ആരെ ഉപദ്രവിക്കരുത്. ഇന്നുവരെ ഈ കുടുംബത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സമാധാനമായിട്ട് ജീവിക്കുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങളും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിച്ച് ഇവിടുന്ന് തിരിച്ചു പോണം. ഞാനൊരു ഹാർട്ട് പേഷ്യന്റാ. എനിക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. എന്റെ മക്കളും മരുമക്കളുമായി സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മനഃപൂർവ്വം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഞങ്ങൾ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സോറി സർ, ഞാൻ ആരെ ഉപദ്രവിക്കാൻ വന്നതല്ല, സമാധാനം ഉണ്ടാക്കാൻ വന്നതാ. ആ കൊച്ചിനോടുക്കാനുള്ള കുറുക്കുണ്ടാക്കിയോടാ. അതിന് ഇവൾക്ക് കുറുക്കുണ്ടാക്കാൻ അറിയത്തില്ല അണ്ണാ. കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോഴേ ഇങ്ങനെ, പിന്നെ കൊച്ചുങ്ങൾക്ക് കുറുക്കുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കുറുക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ ആരും ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. ആര് കുറുക്കുണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ തീരുമാനിക്കണ്ട. എനിക്കറിയാം, വിശന്ന് കരയുന്നത് എന്റെ കുഞ്ഞാ. നോക്ക് സാറേ, അർച്ചനയുടെ സങ്കടം കണ്ടില്ലേ? സ്വന്തം കുഞ്ഞിന് വിശന്ന ഏതൊരമ്മയും ഇതുപോലെ വിഷമിക്കും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അർച്ചനയും സച്ചിയും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പൊ അങ്ങ് തിരിച്ചു പോവാം. പക്ഷേ പറയില്ലെന്ന് വാ. കുഞ്ഞുങ്ങളെയും ഒന്നും ചെയ്യരുതെന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അവള് പൊക്കോട്ടെ. ചെല്ല്, ഇരിക്കവിടെ. ഇരിക്കാൻ ഇരിക്കട. കുട്ടികൾക്ക് കൊടുക്കാൻ കുറുക്ക് റെഡിയായിട്ടുണ്ടോ? സ്നേഹി, ഞാനും അനിക്കും പോയിട്ട് കുട്ടികൾക്ക് കുറുക്ക് കൊടുത്തിട്ട് വരാം. അത് പറ്റില്ല, കുഞ്ഞുങ്ങളെങ്ങ് തന്നാ മതി. കുറുക്ക് ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ
എന്ത് ഭ്രാന്തായി പറയുന്നേ? നിങ്ങളെടുത്ത കുട്ടികൾ കൂടുതൽ കരയത്തേ ഉള്ളൂ. കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനും ഞങ്ങൾക്കറിയാം. ഇങ്ങനെ കത്തി കാണിച്ചാണോ കരച്ചിൽ നിർത്തുന്നേ? അങ്ങോട്ട് മാറി നിൽക്ക്. കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയി കുറുക്ക് കൊടുത്തോളാം. പറ്റില്ലെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? ദാ, കൊച്ചിനെടുക്ക്. കുറുക്ക് കൊടുത്തിട്ടേ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചോണ്ട് വരും. ഇല്ല, എന്റെ കുഞ്ഞു ഞാൻ തരില്ല. വേണ്ടിപ്പോകരുത്. കൊച്ചിനെടുക്കണം. അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ? ഇല്ല മോളെ. കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് വന്ന് ഞാൻ എടുത്തുതരാം. മരുന്ന് എവിടെ എടുത്ത് കൊടുത്തോളൂ. അതിന് ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെയാ കൊടുക്കണ്ടേന്ന് അവന്തി അടുത്തേക്ക് അറിയണ്ടേ? അച്ഛന് സ്ഥിരമായിട്ട് മരുന്നെടുത്ത് കൊടുക്കുന്നത് അർച്ചനയെ. അവളെടുത്ത് കൊടുത്തോളൂ. അർച്ചന വാ. അവരുടെ കൂടെ ചെല്ലേ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അനൂപ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവന്മാരവളെ കൊല്ലും.